ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൽ എന്തൊക്കെയാണ് നടന്നത്? ഷാനവാസ് ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തി, ബീബിമ ഹാപ്പിയായി. ആര്യനെ പുറത്താക്കിയതിൽ ബീബിമക്ക് ഇപ്പോഴും അമർഷം തീർന്നിട്ടില്ല. അതിൽ ലാലേട്ടന് മെസ്സേജ് അയച്ച് ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ ബീബിമ. അപ്പം ഇന്നലത്തെ ബിഗ് ബോസിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തോ പണപ്പെരുമഴയോ പണപ്പെട്ടിയുമായിട്ട് ആരൊക്കെയോ പുറത്തേക്ക് പോയെന്നോ ഒക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അത് ആരാണ് പുറത്തേക്ക് പോയെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ബീബിമ സിനിമയിൽ അഭിനയിക്കാനായിട്ട് വലിയ മോഹമായിട്ട് നടക്കുക, നല്ല ചുറുചുറുക്കോടുകൂടിയുള്ള ഒരു ബീബിമാനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഉരുളക്കുപ്പേരി പോലെയാണ് നമ്മുടെ ബീബിമ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബീബിമയുടെ എല്ലാ എപ്പിസോഡുകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മുടെ ബീബിമ പറയുന്നുണ്ട്. ബിഗ് ബോസ് അവസാനം ഈ 5 കണ്ടസ്റ്റൻസിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. ഓൾറെഡി ബിഗ് ബോസ് വിന്നറെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇതെല്ലാം ഓഡിയൻസിന് പറ്റിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ചുമ്മാ വോട്ട് ചെയ്യിക്കുന്നതാണോ എന്നൊക്കെ അങ്ങനെ പല ഗോസിപ്പുകളും വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് അനുമോളാകും വിന്നർ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കേട്ടത് അക്കൂറിനെ ആയിരുന്നു. അക്കൂർ എന്ന് പറഞ്ഞാൽ ബീബിമയുടെ ഭാഷ കേട്ടോ, അക്ബറിനെയാണ് ഇതിനകത്ത് വിന്നറാക്കാൻ പോകുന്നതെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ അനുമോൾ നല്ല രീതിയിൽ PR വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് 16 ലക്ഷം രൂപ PR വർക്കിന് കൊടുത്തിട്ടുണ്ടെന്നോ അതിനകത്ത് 1 ലക്ഷം രൂപ നമ്മുടെ ബീബിമക്ക് കിട്ടിയെന്നൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ വരാറുണ്ട്. എന്താണെങ്കിലും ഇന്നലെ നടന്നിട്ടുള്ള ബിഗ് ബോസിലെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി നമുക്ക് ബീബിമയുടെ എപ്പിസോഡിലേക്ക് പോവാം. വീഡിയോ നോക്കാം. എന്തോയി പണപ്പെരുമഴയായിരുന്നടാ. പണപ്പെരുമഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന കണക്ക് പണം പെയ്ത് എല്ലാരും കൂടെ എടുത്ത് നെവിനും എടുത്തോണ്ട് പോയി. ലാലേട്ടൻ പറഞ്ഞ നെവിന്റെ അടുത്ത് എടുക്കരുതെന്ന്. അത് പണപ്പെട്ടിയില്ലേ? പണപ്പെട്ടിയല്ല, മഴ പെയ്യുന്ന പോലെ പണം പെയ്യുവാ. നെവിൻ എടുത്തുവിടെന്ന് പറഞ്ഞാൽ അത്രയും പേര് എടുക്കുമ്പോഴത്തേക്ക് അത് കഷ്ടമല്ലേ? അല്ലെങ്കിൽ നെവിനെ ഇറക്കി വിടണമായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ അവര് ചെയ്തത് മോശം. അവന് കഷ്ടമല്ലേ? ഇത്രയും ദിവസം ആദ്യം പോലെ കളിച്ചോണ്ടിരിക്കുന്ന നെവിനും പൈസ എടുക്കാനുള്ളത് കൊടുക്കണം. അത് തന്നെ കഷ്ടമല്ലേ? അവൻ എടുത്തോണ്ട് പോയി. അവൻ എടുത്തോണ്ട് പോയി. അതിന്റെ ഇടയിൽ കൂടെ അടിച്ചു മാറ്റുന്നുള്ള ഉറപ്പാ. അവൻ അതിന്റെ ഇടയിൽ കൂടെ എടുത്തോണ്ട് പോയി. പിന്നെ എല്ലാരും എടുക്കുമ്പോ അവൻ നോക്കിക്കണ്ടേ, അല്ലെങ്കിൽ അവൻ അന്നേ പുറത്താക്കണ്ടേ. അത് മാത്രമല്ല, അക്ബറിനെയും ഈ നെവിനെയും ഈ പെൺപിള്ളേരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എല്ലാരും കൂടെ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കും. കാര്യം എന്ന് വെച്ചാൽ നോമിനേഷൻ തന്നെ അവർ രണ്ടുപേരായിരിക്കും ചെയ്യുന്നത്. അവർ രണ്ടുപേരും അല്ല, എല്ലാരും ഉണ്ട് നോമിനേഷന്. അവരങ്ങനെ കുളിരുപോരി ഇരുന്നതാ. എല്ലാരും ഉണ്ട്. അവരെ രണ്ടുപേരും നോമിനേഷൻ ചെയ്തിട്ട് ബാക്കി എല്ലാവർക്കും ചുമ്മാ ഇരിക്കാം. 100 കാണത്തില്ല, 100 ഇല്ല, ബാക്കി മൊത്തം പേരും ഉണ്ട്. ആര് ബോസ് പറഞ്ഞാ? ബാക്കി എല്ലാരും ഉണ്ട്. എനിക്ക് ഭയങ്കരമായ സന്തോഷം. അല്ലെങ്കിൽ എല്ലാരും കൂടെ പേര് രണ്ടുപേരെ ഇട്ടേനെ. അല്ല, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ സമയമായപ്പോ നെവിന്റെ ആരാധിക? അല്ലടാ, ഞാൻ അനീഷിന്റെ ആരാധിക. എന്നാലും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ നമ്മള് അത് പറയണ്ടേ? അല്ലെങ്കിൽ അവരെ ഇറക്കി വിടണമായിരുന്നു. ഓരോന്നും മാറ്റിയും തിരിച്ചും പറയുന്നു. 2 ദിവസം മുമ്പേ നെവിനെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടമായതാണ്. അത് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ഓരോ ദിവസം അന്നന്ന് കാണുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടുന്നത്? അന്നന്ന് നടക്കുന്നല്ലേ അതിനകത്ത്. ഇതെന്തോ തലയിൽ സാധനം വെച്ചോണ്ട് അത് ഇനി അടുത്ത പണത്തിന്റെ വരവായി വളച്ചു വെച്ചേക്കുന്നു. അപ്പൊ ഇത് പണം ഇച്ചിരിച്ചേ കൊടുക്കുക? ഇച്ചിരിച്ചേ കൊടുക്കുക. പണപ്പെട്ടിയായിട്ട് ഒറ്റ കൊടുപ്പില്ല. എല്ലാ പ്രാവശ്യത്തെ കണക്കല്ലേ? ഭയങ്കര ഇതല്ലേ ഇത്? 7 മണി വെറൈറ്റിയാ. 7 മണി വെറൈറ്റി എന്നല്ല, ആളുകൾക്ക് ഭയങ്കര ലാഭവുക. അപ്പോഴത്തേക്ക് നെവിനെ അക്ബറിനെ ഇവര് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അതിൽ നമുക്ക് ഖേദമുണ്ട്. അതുപോലെ നെവിന് പൈസ എടുക്കാത്തതിന് നമുക്ക് വിഷമമുണ്ട്. അതാ പൈസ കൊടുക്കാത്ത നെവിനും കൂടെ പൈസ കൊടുക്കണം. എല്ലാരും കൂടെ ചേർന്ന് രണ്ടുപേരും ആ വീട്ടിനകത്ത്. അല്ലെങ്കിൽ അവ അന്ന് പോകണമായിരുന്നു, കുഴപ്പം കാണിച്ചപ്പെടുത്ത് കളയണം. പിന്നെ അതിന്റെ അകത്ത് നിർത്തി ആര്യനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്ന മോശം. അതുമല്ല, എല്ലാരും കൂടെ ഇട്ട് ഒറ്റ ഷാനവാസ് വീണപ്പോഴത്തേക്കും പെൺപിള്ളേരെല്ലാം കൂടെ ഡ്രാമ അതായതെന്നൊക്കെ അവര് പറഞ്ഞതെല്ലാം കൂടെ വെച്ച് ആളുകൾക്ക് മുന്നിൽ അവരെ നെഗറ്റീവ് ആക്കി മാറ്റുക. അതല്ലേ ഞാൻ അന്നും പറഞ്ഞത്. അല്ല, അത് അങ്ങനെ നെഗറ്റീവ് ആക്കി മാറ്റുന്ന ഒരു വീട്ടിൽ. പിന്നെ വേറെ സംഭവം ഉണ്ടായി. എന്തുവാ? നസ്രിയ നാസിം ഒരു സ്റ്റോറി ഇട്ടേക്കുന്നു. ടൊവിനോ തോമസ് നസ്രിയ നാസിം കൂടെ അഭിനയിക്കുന്ന സിനിമയിൽ ചുറുചുറുക്കുള്ള ഒരു ഉമ്മായ ആവശ്യമുണ്ടെന്ന്. എനിക്ക് ചുറുചുറുക്കില്ലടാ, ഞാൻ ചെല്ലാന്ന് പറയടാ. നിങ്ങൾക്ക് ചുറുചുറുക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് ആ സ്റ്റോറി അയച്ചു തന്നു. കുറെ പേര് എനിക്ക് അയച്ചു തന്നു ഈ സ്റ്റോറി ഉമ്മായ അയക്കുന്ന പറഞ്ഞു. കേരളത്തിൽ ഇത്രയും ചുറുചുറുക്കുള്ള ഒരു ഉമ്മ ഇപ്പൊ ഇല്ല. നീ നസ്രിയുടെ അടുത്തും തോമസിന്റെ അടുത്തും പറ. ആ ജോസഫിന്റെ അടുത്ത് പറഞ്ഞിട്ടോ നടന്നില്ല. എങ്ങനെ സമ്മതിക്കും? നിങ്ങൾ ഇത് പേര് കറക്റ്റ് പറയുന്നില്ലല്ലോ. ടൊവിനോ തോമസിന് തോമസ് എന്ന് പറയുന്നത്, ജിത്തു ജോസഫിന് ജോസഫ് എന്ന് പറയുന്നത്. രണ്ടുപേരുള്ളത് ഞാൻ എനിക്ക് 2 പേര് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ എന്റെ അടുത്ത് ചൂടാവില്ല കേട്ടോ. ഞാനുള്ളതുകൊണ്ട് ഇതൊക്കെ കിട്ടുന്നത്. അവരുടെ പറയടാ. വലിയൊരാളാകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ എഴുതി തള്ളരുത്. അല്ല, ഞാൻ ചുറുചുറുക്കായിട്ടിരിക്കല്ലേ, നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകത്തില്ലേ? എന്നെ കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ ഫേമസ് ആവുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും ഫേമസ് ആവും. ചീരയും നനയട്ടെ. പിന്നെ അങ്ങനല്ലേ വേണ്ടുന്നത്? നീ ഉള്ളതുകൊണ്ടല്ലേ ഇത് പിടിച്ച് ലോകര് മുഖം കാണാനൊക്കെ. ഇന്നെങ്കിലും നല്ലത് പറഞ്ഞു. ഒന്നും പറയല്ലേ. കണ്ടല്ലോ നമ്മുടെ ബീബിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് അല്ലേ? ഇതിനകത്ത് ബീബിമ സിനിമയിലേക്ക് വരും എന്നുള്ള ഒരു സൂചന പല വഴിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ബീബിമ നല്ല നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ബീബിമാനെ ഉൾപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നടന്നിട്ടുള്ള പണപ്പെരുമഴയിൽ നമ്മുടെ നെവിന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ നെവിൻ അതിനകത്ത് ഇടയിൽ കൂടെ കയറി പൈസ എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്ന തരത്തിൽ എന്തായാലും ഈ ആഴ്ച ഒരു 2-3 പേര് പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ ഗ്രാൻഡ് ഫിനാലെ
അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം 5 പേരെ എന്ന ഇല്ലാത്ത ഉണ്ടാകത്തുള്ളൂ. അതിൽ നൂറ ഓൾറെഡി സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ ബിഗ് ബോസ് നമ്മൾ കാണാറില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷെ നൂറ ഉണ്ടാകും, ഷാനവാസ് ഉണ്ടാകും, അതുപോലെ തന്നെ അനീഷ് ഉണ്ടാകും, പിന്നെ അനുമോൾ ഉണ്ടാവും, പിന്നെ ഒരാൾ അക്ബർ ആണോ നെവിൻ ആണോ അതോ ഇനി ആദിലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ 4 പേര് ഏകദേശം കൺഫേം ആണ്. പക്ഷെ എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് ആരൊക്കെയാണ് പോകാൻ പോകുന്നത് എന്നുള്ള നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബിബിമ മലയാള സിനിമയിൽ അടുത്തൊരു താരോദയമായിട്ട് മാറുമോ ഇല്ലയോ എന്നും കൂടെ നിങ്ങളുടെ ഒരു കമന്റ് അറിയിക്കുക. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത ബിബിമ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും